രണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ അവർ പരസ്പരം സൗഹൃദ സന്ദർശനം നടത്തുകയോ സംസാരിക്കുകയോ ചായ കുടിക്കുകയോ ചെയ്യുന്നതിനെയൊക്കെ പിന്നീട് ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനാണ് എന്ന് പറയുന്ന തരം ബ്ലാക്ക് മെയിലിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നാണ് ബൽദേവ് സച്ചിദാനന്ദൻ വാദിക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ല. അദ്ദേഹം ഇവിടെ ഭംഗ്യന്തരേണ പരാമർശിച്ചത് NK പ്രേമചന്ദ്രൻ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയെ കണ്ടു. എന്താ CPM എടുത്ത നിലപാട്? എന്താ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ എടുത്ത CPM-ഉം ഇടതുപക്ഷ മുന്നണിയും എടുത്ത ക്യാമ്പയിൻ? എത്ര രൂക്ഷമായിട്ടാണ് പ്രേമചന്ദ്രനെ ആക്ഷേപിച്ചത്? വസ്തുതകളുടെ കണിക ഒരംശം അതുപോലും ഇല്ലാത്ത വിഷയം ചൂണ്ടിക്കാണിച്ച് എത്രത്തോളം ഭീകരമായ ആക്രമണമാണ് പൊതുവിടത്തിലും സൈബറിടത്തിലും CPM നടത്തിയത്? കേരള പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണോ CPM? പ്രേമചന്ദ്രനെ ആക്ഷേപിച്ചതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണോ CPM? ആണെങ്കിൽ ആ വാദഗതിയോട് ഞാൻ യോജിക്കാം. അപ്പോൾ അതിനവർ തയ്യാറല്ല. ഞാൻ ചോദിക്കട്ടെ, ദല്ലാളിൻ്റെ കാര്യം വിട്. തിരുവനന്തപുരത്ത് മത്സരിച്ച കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറുമായി വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യവസായ ബന്ധമുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ LDF കൺവീനർ EP ജയരാജനെതിരെ ആക്ഷേപം ഉയർന്നു വന്നില്ലേ? എന്താ CPM എടുത്ത നിലപാട്? ആക്ഷേപം മാത്രമല്ല, അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ CPM അത് സമ്മതിച്ചിരുന്നോ? അജിം സാർ, നമ്മൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. CPM അത് സമ്മതിച്ചിരുന്നോ? NK പ്രേമചന്ദ്രൻ്റെ വിഷയത്തിൽ CPM എടുത്ത നിലപാട് എന്താണ്? അതവർ പിൻവലിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജനുള്ള വ്യവസായ ബന്ധം, അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ EP ജയരാജൻ പരസ്യമായി അംഗീകരിക്കുന്നത് വരെ എന്ത് നിലപാടാണ് CPM എടുത്തത്? ഒളിച്ചു വയ്ക്കാനും മറയ്ക്കാനുമുള്ള ശ്രമം, വിഭ്രാന്തി, അതല്ലേ കാണിച്ചിരുന്നത്? പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കൃത്യമായ രേഖകൾ സഹിതം പത്രസമ്മേളനം നടത്തിയതിന് ശേഷമല്ലേ EP ജയരാജൻ പൊതുസമൂഹത്തോട് അത് സമ്മതിച്ചത്? അല്ലേ? ഇപ്പോൾ EP ജയരാജനെ ഇവർ എന്താ പറയുക, ഇത്തരം ആളുകളുമായി സമ്പർക്കപ്പെടാൻ പാടില്ല, കൂടുതൽ ജാഗ്രത കാണിക്കണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിസ്സഹായതയാണ് വ്യക്തമാക്കുന്നത്. അദ്ദേഹവും കണ്ടിട്ടുണ്ട്, EP ജയരാജനും കണ്ടിട്ടുണ്ട്. കണ്ടതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇവർക്ക് കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമുണ്ട്, ഇവരുടെ ഡിമാൻഡുകളുണ്ട്. അതിൻ്റെ നെഗോസിയേഷനാണ് നടന്നിട്ടുള്ളത്. ഇപ്പം എന്താ പ്രശ്നം? EP ജയരാജൻ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമ്മതിക്കുമെന്ന് CPM കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. CPM-നെയും CPM നേതാക്കളെയും മുൻകാലത്ത് കണ്ട് വിലയിരുത്തിയിരുന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് EP ജയരാജൻ കുറ്റസമ്മതം നടത്തിയത്. ഞാൻ കണ്ടു എന്നത് സ്ഥിരീകരിച്ചത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ആ കാര്യത്തിൽ CPM-ന് ആകുലതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഐസക്കിനെ പോലുള്ള ആളുകളടക്കം അത് കമ്മിറ്റി പരിശോധിക്കുമെന്ന് പറഞ്ഞത്. കാര്യവും കാമ്പും ഇല്ലെങ്കിൽ എന്തിനാണ് കമ്മിറ്റി പരിശോധിക്കുന്നത്? കേവലം ഒരു സന്ദർശനമാണെങ്കിൽ, കേവലം ഒരു ചായ കൂടി മാത്രമാണെങ്കിൽ എന്തിന് CPM ചർച്ച ചെയ്യണം? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യണം?